അർജന്റീനയുടെ പരിശീലകൻ ലയണൽ സ്കലോണി ആളൊരു ഗോട്ട് ലെവൽ കോച്ചാണ്. ഗോട്ട് ലെവൽ കോച്ച്. ആളുടെ ടാക്ടിക്കലി ഉള്ള ചേഞ്ചസ് ആണ് അർജന്റീനയ്ക്ക് ഇത്ര മനോഹരമായ ഒരു വിജയം സമ്മാനിച്ചത്. 2 ഗോളിന് പുറകിൽ നിന്നിട്ട് ഈജിപ്തിനെതിരെ 3 ഗോളുകൾ അടിച്ചൊരു തകർപ്പൻ വിജയം അർജന്റീന സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ടാക്ടിക്കലി അർജന്റീനയുടെ വീക്ക്നെസ്സുകൾ വലിയ രീതിയിൽ ഉപയോഗിച്ച ഈജിപ്തിനെതിരെ ടാക്ടിക്കലി തന്നെ തിരിച്ചടിച്ചു അർജന്റീനയുടെ പരിശീലകനായിട്ടുള്ള ലയണൽ സ്കലോണി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ 10,000 എന്ന ഒരു റേഞ്ചിലേക്ക് എത്താൻ പോവുകയാണ്. കുറച്ച് സബ്സ്ക്രൈബിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരാം. മാച്ചിലെ ഒരു ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഒരു ചെറിയ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡീപ്പായിട്ടുള്ള ടാക്ടിക്കൽ പരിപാടിയൊന്നുമില്ല. ചെറിയ രീതിയിൽ ഈ മാച്ചിൽ നടന്ന സംഭവങ്ങൾ. ഒന്നാമത്തത്, ഞാൻ ഈ മാച്ചിന് മുമ്പ്, അതായത് കഴിഞ്ഞ മാച്ച് ഉണ്ടല്ലോ, ക്യാപ് വെർദെക്കെതിരെയുള്ള മാച്ച്, ആ മാച്ച് അർജന്റീന 2-3 ഗോളുകൾക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് ജയിച്ചത്. അവസാനമാണ് എക്സ്ട്രാ ടൈം ഒക്കെ പോയിട്ടാണ് ആ മാച്ച് ജയിച്ചിരുന്നത്. അപ്പോൾ ആ മാച്ചിന് ശേഷം പലരും പറഞ്ഞിരുന്ന സംഭവം ഉണ്ടായിരുന്നു, അർജന്റീന എക്സ്പോസ് ആയി, അർജന്റീനയുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു കാട്ടപ്പെട്ടു. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്, ഒരു 1000 പേരൊക്കെ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഈ അർജന്റീനയുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞ വേൾഡ് കപ്പിലുണ്ടായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കോപ്പയിലും അതിന് മുമ്പത്തെ കോപ്പയിലും എല്ലാം ഉണ്ട് ഈ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ അർജന്റീന ഈസി ആയിട്ട് സോൾവ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു ലയണൽ സ്കലോണി എന്ന് പറയുന്ന പരിശീലകന് കോമൺ ആയിട്ട് അർജന്റീനയ്ക്കുള്ളൊരു ഗെയിം എന്ന് പറയുന്നത്, ഒന്ന് കുറച്ച് ഫിസിക്കലായിട്ട് കളിക്കും, പിന്നെ കുറച്ച് ചെറിയ രീതിയിൽ പോയിട്ട് ഒരു പ്രൊവോക്ക് ചെയ്യുക എന്നൊക്കെ പറയും. ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി ഇത് അവർ ചെയ്യും. ഇതിന് പുറമെ അവർക്ക് ടാക്ടിക്കലായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അതായത് ബോൾ പൊസിഷൻ വെച്ചുള്ള ഒരു ഗെയിമാണ് കളിക്കുക. സ്പെയിനൊക്കെ ബോൾ പൊസിഷൻ വെച്ചാണ് കളിക്കുന്നത്. ഇവിടെ അങ്ങനെ ഇല്ല. ബോൾ പൊസിഷൻ ഇല്ലെങ്കിൽ കളി ജയിക്കും. അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്ക് വേണോ, കൗണ്ടർ അറ്റാക്ക് ചെയ്യാം. വിങ്ങി പോയിട്ട് വിങ്ങിന്ന് ക്രോസ് അടിക്കണോ, അത് ചെയ്യാം. സെൻറ്റർ മാത്രം കളിക്കണോ, അതുപോലെ. അതായത് ഫ്ലെക്സിബിൾ ആണ് അർജന്റീനയുടെ ലയണൽ സ്കലോണിയുടെ ഈ ഒരു അർജന്റീന ടീം. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഏത് സിസ്റ്റവും ഈസി ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന, എതിരാളികളെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാറാൻ പറ്റുന്ന, അതായത് നമ്മൾ ഈ നാടൻ പ്രയോഗത്തിൽ ഓന്ത് നിറം മാറും എന്ന് പറയത്തില്ല, അതുപോലെ ഓപ്പോസിറ്റ് ടീം എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ട് അതിനനുസരിച്ച് മാറാൻ പറ്റുന്ന ഒരു ഗെയിം സ്റ്റൈലുള്ള ഒരു ടീമാണ് അർജന്റീന. പല മത്സരങ്ങൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. പിന്നെ കോമൺ ആയിട്ട് അവർക്ക് ഫിറ്റ്നസിന്റെ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ വേൾഡ് കപ്പിലുണ്ട്, ഈ വേൾഡ് കപ്പിലുണ്ട്, അത് ഇനിയും കാണും. അതിലൊന്നും ഒരു പ്രശ്നമോ അതിലൊരു സംശയം വേണ്ട. അതുപോലെ തന്നെ പല പൊസിഷനിലും അവർക്ക് പ്രശ്നമുണ്ട്. മിഡ്ഫീൽഡിൽ ഗ്യാപ്പ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം അവിടെ സോൾവ് ചെയ്യാൻ ഒരു മനുഷ്യനുണ്ട്, ലയണൽ സ്കലോണി. അപ്പോൾ ആളത് സോൾവ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ഈജിപ്ത് അതുപോലെ തന്നെ അർജന്റീന മാച്ചിലേക്ക് വരുമ്പോൾ ഈജിപ്റ്റ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ A to Z കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഈ ഒരു മാച്ചിന് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 10 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. കാരണം അർജന്റീന ഈ ഒരു വേൾഡ് കപ്പ് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്ററിൽ കൂടെയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. സെൻറ്ററിൽ കൂടെ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കുന്ന പരിപാടിയാണ് അർജന്റീന ചെയ്തുകൊണ്ടിരുന്നത്. സെൻറ്റർ മൊത്തം അവർ കവർ ചെയ്തു. ഒരു പിരമിഡ് സെൻറ്ററിൽ സെറ്റ് ചെയ്തു. അടിക്കാൻ പറ്റൂല. ബസ് പാർക്കിംഗ് പോലത്തെ ഒരു പരിപാടി സെൻറ്ററിൽ അവർ സെറ്റ് ചെയ്തു. അടിക്കാൻ പറ്റുന്നില്ല. മെസ്സിക്ക് പോലും ഡ്രിബിൾ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ആ രീതിയിൽ 2-3 പേരെയൊക്കെ വെച്ച് മാർക്കിങ്ങും പ്രോപ്പറായിട്ട് ആ ഒരു വേ ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ ത്രൂ ബോളൊക്കെ കൊടുക്കാനുള്ള പറ്റുമല്ലേ, അതെല്ലാം ക്ലോസ് ചെയ്തു. മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് അവർ വെച്ചിരിക്കുമായിരുന്നു. ഒപ്പം കിട്ടുന്ന അവസരങ്ങൾ അവർ സ്കോർ ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ ഒരു ക്രോസിൽ നിന്ന് ഒരു ഹെഡർ ഗോൾ വന്നു. അതിനുശേഷം അർജന്റീനയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഗോൾ തിരിച്ചടിക്കണമല്ലോ. അപ്പോൾ ഫുൾ അറ്റാക്കിന് പോയി. അവർ കൗണ്ടർ അറ്റാക്കിൽ അർജന്റീനയ്ക്കെതിരെ വീണ്ടും 2 ഗോളുകൾ സ്കോർ ചെയ്തു. ഒരെണ്ണം അറിയാലോ, VAR ചെക്ക് ചെയ്ത് അത് അവർ വേണ്ടെന്ന് വെച്ചു, ഗോളല്ല, അത് ഫൗളാണ്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തത് ഗോളായി. അപ്പോൾ അങ്ങനെ 2 ഗോൾ സിറ്റുവേഷൻ വരെ എത്തി. അർജന്റീന ഗോളൊന്നും അടിക്കാൻ പറ്റുന്ന പങ്കരായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അർജന്റീന മിഡ്ഫീൽഡിലെ ഗ്യാപ്പ് അത് പ്രോപ്പറായിട്ട് ഈ ഒരു ടീം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു പറഞ്ഞിട്ടുള്ളതാണ്, അർജന്റീന മിഡ്ഫീൽഡ് ഗ്യാപ്പ് ഉണ്ട്. അത് കോമൺ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസീവ് മിഡ്, സെന്റർ മിഡ്, അറ്റാക്കിംഗ് മിഡ്, ഈ ഒരു ശൈലിയിൽ കളിക്കുന്ന ടീമിന് ഈ ഒരു ഗ്യാപ്പ് വരത്തില്ല. കാരണം ഓരോ പ്ലേയേഴ്സിനെ അറിയാം അവരുടെ പൊസിഷൻ ഏതാണ്, എവിടെയാണ് കളി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അറ്റാക്കിംഗ് മിഡ് ആരാണെന്ന് അറിയത്തില്ല, സെന്റർ മിഡ് ആരാണെന്ന് അറിയത്തില്ല, ഡിഫൻസീവ് മിഡ് ആരാണെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ഈ മാച്ചിൽ എക്സ്ട്രാ ഒരു മിഡ്ഫീൽഡറിനെ കൂടെ വെച്ചിട്ട് 4 മിഡ്ഫീൽഡേഴ്സിനെ വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. 4 മിഡ്ഫീൽഡേഴ്സ്. വിങ്ങേഴ്സ് ആരുമില്ല, വിങ്ങിലാരുമില്ല. അപ്പോൾ മൊത്തത്തിൽ സെന്റർ ഫോക്കസ് ചെയ്ത് കളിച്ചു. സെന്ററിൽ ആളുടെ എണ്ണം കൂടി പങ്കരായിട്ട് കംപ്രസ്സായി. അവരെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ലയണൽ സ്കലോണി ആ ഒരു വാട്ടർ ബ്രേക്കിന് ശേഷം, സെക്കൻഡ് ഹാഫിലെ ഒരു
ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ചില മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒന്നാമത്തത് ഒരു സെന്റർ ഫോർവേഡിനെ കൂടെ കൊണ്ടുവന്നു ലൗട്ടറോ മാർട്ടിനസിനെ, പിന്നെ ഒരു വിങ്ങറിനെ കൂടെ കൊണ്ടുവന്നു. കളി മാറി. വിങ്ങറിനെ കൂടെ കൊണ്ടുവന്നിട്ട് ആൾ എന്ത് ചെയ്തെന്ന് അറിയുമോ? രണ്ട് സെന്റർ ഫോർവേഡ് അല്ലേ, രണ്ടുപേരെ ഫ്രണ്ടിൽ വെച്ചിട്ട് മെസ്സിയെ പതുക്കെ ആ ഒരു സെന്ററിൽ നിന്ന് തൂക്കി വിങ്ങിലോട്ട് വിട്ടു. അറിയാലോ, നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഈ സെന്ററിൽ കളിക്കുന്ന മെസ്സി എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്ലേ മേക്കിംഗ് ടൈപ്പ് ഒരു മെസ്സിയാണ്. പക്ഷെ വിങ്ങി കളിക്കുന്നത് അങ്ങനെയല്ല. വിങ്ങി കളിക്കുന്നത് സീനാണ്. നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഡ്രിബ്ലിങ്ങിന്റെ ഒക്കെ പീക്ക് വർഷം നമുക്ക് കാണാൻ പറ്റും. വിങ്ങി കളിക്കുന്ന മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ ഒരു ബാഴ്സലോണയ്ക്ക് വേണ്ടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിങ്ങിന്ന് എത്ര ഗോളുകളാണ് മെസ്സി സ്കോർ ചെയ്തിട്ടുള്ളത്. വിങ്ങിൽ 2-3 പേരെ ഡ്രിബിൾ ചെയ്ത് കയറി അകത്ത് പോയിട്ട് കിട്ടില്ല സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. മെസ്സി വിങ്ങിൽ ഫോക്കസ് ചെയ്തു. വിങ്ങിലോട്ട് മെസ്സി പോയതോടുകൂടി സംഭവം കളറായി. മെസ്സിയുടെ വിങ്ങി എന്നുള്ള ക്രോസ് ആണ് ഫസ്റ്റത്തെ ഗോളിന് കാരണം. സെക്കൻഡത്തെ ഗോൾ മെസ്സി തന്നെ കൊടുത്ത ബോളാണ്, വിങ്ങിന്ന് കൊടുത്ത ബോളാണ്. അതിനുശേഷം മെസ്സി തന്നെ അത് ഫിനിഷ് ചെയ്തു. അതിനുശേഷം ആ ഒരു മൂന്നാമത്തെ ഗോൾ പോലും ആ ഒരു വിങ്ങി എന്ന് പറഞ്ഞ ക്രോസ് ആണ്. പിന്നെ അത് കുറച്ച് കൗണ്ടർ അറ്റാക്ക് പോലത്തെ ഒരു പരിപാടിയായിരുന്നു. ഒരു ഡിഫൻഡർ ഉള്ളായിരുന്നു. കാരണം അവർ ത്രൂ ഔട്ട് അറ്റാക്കിന് പോയിട്ട് ആ ഒരു സംഭവത്ത് പറ്റിയതാണ്. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുടെ ടാക്ടിക്കലി ഉള്ള ആ ഒരു മൂവ്മെന്റ്, പ്ലേയേഴ്സിനെ മാറ്റി കറക്റ്റായിട്ട് വിങ്ങിലോട്ട് കളിപ്പിക്കാനുള്ള ആ ഒരു ടാക്ടിക്കൽ തീരുമാനം ഫലം കണ്ടു. പലരും പറഞ്ഞിരുന്നത് എന്താ, അർജന്റീനയ്ക്ക് വിങ്ങി കളിക്കാൻ പറ്റത്തില്ല, വിങ്ങിൽ അർജന്റീന വിങ് ഉപയോഗിക്കുന്നില്ല. ആവശ്യം വന്നപ്പോൾ ഉപയോഗിച്ചാണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ. അതായത് ഇവര് നിറം മാറുന്ന ടൈപ്പാണ്. അതായത് ഓപ്പോസിറ്റ് ടീം എങ്ങനെ കളിക്കുന്നു അതിനനുസരിച്ച് ഇവർ മാറും. ലാനൽ സ്കലോണിയുടെ ഈ ഒരു അർജന്റീന ടീമിന്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. ചില കോച്ചിന്റെ ടീം അങ്ങനെയാണ്. അവർക്ക് സിസ്റ്റം, പ്രോപ്പർ സിസ്റ്റം ഒന്നുമില്ല. അവർ ബോൾ പൊസിഷൻ വെച്ച് കളിക്കും, അതില്ലാതെ കളിക്കും, കൗണ്ടർ കളിക്കും, മിഡ് ബ്ലോക്ക് കളിക്കും, ലോ ബ്ലോക്ക് കളിക്കും, എല്ലാം കളിക്കുന്ന ഒരു ടൈപ്പ് ടീം കാണും. പിന്നെ അവർക്ക് കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ കാണും. അത് അർജന്റീനയ്ക്ക് സംബന്ധിച്ച് ഫിസിക്കലി കളിക്കുക, ചെറിയ രീതിയിൽ പ്രൊവോക്ക് ചെയ്യുക, അങ്ങനത്തെ അത് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്ക് കോമൺ ആയിട്ട് കാണുന്ന പരിപാടിയാണ്. അപ്പൊ അതും വെച്ചിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് അർജന്റീന കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാച്ചിൽ മിഡിൽ കൂടെ മൊത്തം മിഡ് കവർ ആയപ്പോ നിങ്ങൾ ഉപയോഗിച്ചു. അതായത് പ്രശ്നം വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പരിശീലകൻ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഗോട്ട് മാനേജർ. അത് മാത്രമല്ല, ഗോട്ട് മാനേജർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെയും ഒരു ഗോട്ട് വേണമല്ലോ, ഉണ്ട്. മെസ്സി ലിറ്ററലി ഒരൊറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനുഷ്യനല്ലേ, അതേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ മനുഷ്യനല്ല, എനിക്കതേ പറയാനുള്ളൂ. കാരണം ഈ മാച്ചിൽ മെസ്സിയെ മൊത്തത്തിൽ പൂട്ടി. മെസ്സി അടിച്ച ഒരു ഫ്രീ കിക്ക് പോസ്റ്റ് തട്ടിപ്പോയി. അതിനുശേഷം മെസ്സി പെനാൾട്ടി മിസ്സാക്കി. കുറെ ഡ്രിബിളിങ് മൂവ്മെന്റ് ഒന്നും പറ്റുന്നില്ല. രണ്ട് പ്ലെയറിനെ ബീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല, മെസ്സിക്ക് പറ്റുന്നില്ല. അപ്പൊ അത്രയും അങ്ങനത്തെ ഒരു, ഞാൻ വിചാരിച്ചു ഇന്ന് മെസ്സിയുടെ ദിവസം അല്ല, ഇന്ന് പോയി ഇത് കളി പോയി. അതുപോലെ തന്നെ മെസ്സിയുടെ ഒരു ലാസ്റ്റ് മാച്ചാണ്, അത് ഭയങ്കര ഡിസാസ്റ്റർ പോലെ ആയി, പെനാൾട്ടി മിസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആള് വിങ്ങിലോട്ട് പോയി. പിന്നെ തീർന്നു. പിന്നെ ആള് ബോക്സിനകത്തോട്ട് കട്ട് ചെയ്ത് കയറി പാസ് കൊടുക്കാൻ തുടങ്ങി. 2-3 നമ്മൾ കണ്ടു. ആള് ഒരു അസിസ്റ്റും ഒരു ഗോൾ എന്നൊക്കെ പറഞ്ഞാൽ സീൻ ഗോളാണ്. ചുമ്മാ ചില്ലെന്ന് അടിച്ചങ്ങ് കയറ്റിക്കളാം, കിടിലൻ ഗോൾ. അതുപോലെ തന്നെ ആ ഒരു അസിസ്റ്റും കിടിലനായിട്ട് പ്രോപ്പറായിട്ട് നല്ല ഒരു പിൻ പോയിന്റ് അസിസ്റ്റ് എന്നൊക്കെ പറയത്തില്ല, പിൻ പോയിന്റ് ക്രോസ് എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു ബോൾ ആള് നൽകി. വേറെ ലെവലിലുള്ളൊരു പെർഫോമൻസ് മെസ്സിയും കാഴ്ചവെച്ചു. ഈ ഒരു ലാനൽ സ്കലോണിയുടെ ആ ടാക്ടിക്കൽ പരിപാടിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇവർ സെറ്റായി എന്നതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടേജ്.